എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇതേപോലെ വായന നിരീക്ഷണം നടത്തിയിട്ട് അന്നത്തെ ദിവസം ഒരു സുഖമില്ല. ഇനിയിപ്പോൾ ഞാൻ കുറേ നേരം കൂടെ നിന്നാൽ ബാക്കിയുള്ള ജോലികൾ നടക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചായ ഇട്ട് കുടിച്ചു. ഒരു 10 മിനിറ്റ് ഞാൻ സ്പെൻഡ് ചെയ്യും ചായ കുടിക്കാനായിട്ട്. അത് അവിടെ ഇരുന്ന് തന്നെ കുടിക്കുകയുള്ളൂ. അത് 10 കൊല്ലം കൊണ്ടുള്ള എൻ്റെ ഒരു ശീലമാണ്. എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടവും എന്നാൽ ഉണ്ടാക്കാൻ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ ഇടിയപ്പം എന്ന് പറയുന്നത്. ഇന്നലെ 2, 3 പേരെ ഏൽപ്പിച്ചിരുന്നു ഇന്ന് ഇടിയപ്പം മതിയെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് അതിനുള്ള പ്രിപ്പറേഷനിലാണ്. ഇന്നലെ കടലയൊക്കെ വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ കടലയൊക്കെ ഞാൻ വേവിച്ച് എന്നിട്ട് അടുത്ത പണി ഇടിയപ്പത്തിന് മാവ് കിണ്ടുക എന്നുള്ളതാണ്. എനിക്ക് കൈ പൊള്ളുന്നതുകൊണ്ട് ഈ ഇടിയപ്പത്തിൻ്റെ മാവ് കിണ്ടുന്ന പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നന്നായിട്ട് ആറിയ ശേഷം ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കാറുള്ളൂ. അപ്പോഴത്തേക്കും കടലക്കറി റെഡിയായി. കടലക്കറി ഞാൻ വറുത്തരച്ചും വെക്കും അല്ലാതെയും വെക്കും. എനിക്ക് ഈ കടലക്കറി നല്ല കുറുകിയ ചാറോടുകൂടി ഇരിക്കണം, അതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ വറുത്തരയ്ക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കടല ഒന്ന് തണുപ്പിച്ചിട്ട് അതൊന്ന് അരച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് കടലക്കറി സെറ്റാക്കി. പിന്നെ നന്നായിട്ട് ആറിയിട്ടുള്ളായിരുന്നു മാവ് അപ്പോഴത്തേക്കും. അപ്പോൾ കൈകൊണ്ട് എളുപ്പത്തിൽ ഞാൻ മാവ് കുഴച്ചെടുത്ത് പീച്ച് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചു. മാവ് ഞാൻ നല്ല ലൂസായിട്ടാട്ടോ കുഴച്ചത്, എനിക്ക് അത്രയ്ക്ക് സ്ട്രെയിൻ ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ കുട്ടിയത് രണ്ടും ഉണർന്ന് പല്ലൊക്കെ തേച്ച് പല്ല് തേച്ച് ഉടനെ കുളിയും കഴിയും കേട്ടോ. ട്യൂഷൻ ഉള്ളത് 8:30-ക്കാണ്. അപ്പോൾ അപ്പോഴത്തേക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ആദ്യമേ പല്ല് തേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുളിയും കഴിക്കും. അപ്പോഴത്തേക്കും കടലക്കറിയും ഇടിയപ്പവും റെഡിയായി. അപ്പോൾ രണ്ടുപേരും ഇരുത്തിയിട്ട് രണ്ടുപേർക്കും കഴിക്കാനൊക്കെ കൊടുത്തു. അപ്പോൾ ഇടിയപ്പം കടലക്കറി കോമ്പിനേഷനൊക്കെ ഈ രണ്ടെണ്ണത്തിന് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഈ കടലയല്ല വെള്ളക്കടലയാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത്. അവർ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്യൂഷൻ പഠിപ്പിക്കാൻ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത ജോലി പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു. ആ പറഞ്ഞ ഇടയ്ക്കങ്ങ് കഴി തീരത്തില്ല, അത്യാവശ്യം സമയത്ത് കഴി തീർന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ലഞ്ചിനുള്ളതെല്ലാം എടുത്തു വെച്ചു. അപ്പോഴത്തേക്കും ട്യൂഷനൊക്കെ കഴിഞ്ഞു. ഇന്ന് രണ്ടാളെ ഞാനാണ് സ്കൂളിൽ കൊണ്ടുവിട്ടത്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും കാണണേ.